എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടകം സ്പെഷ്യൽ പുഴുക്കാണ്. പണ്ടുകാലത്ത് നമ്മുടെ കാരണന്മാരൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പുഴുക്ക് കൂടിയാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഴുക്ക് കൂടിയാണ്. ഈ ഒരു പുഴുക്കിലേക്ക് കർക്കിടകത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള ചേമ്പിൻ താളൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു മാസത്തില് നമ്മുടെ ഭക്ഷണത്തില് ഒരുപാട് ഉൾപ്പെടുത്തുന്ന ഒന്നാണ് ചേമ്പ്, ചേമ്പില. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പിയില് ചേമ്പിൻ താളാണ് ചേർത്തിട്ടുള്ളത്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കർക്കിടക പുഴുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കർക്കിടക പുഴുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. കർക്കിടക പുഴുക്ക് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചേന, പച്ചക്കായ, കുമ്പളങ്ങ, പപ്പായ, ഇതെല്ലാം ഞാൻ ഒരു 1/4 കിലോ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചേമ്പിൻ താളാണ്. ചേമ്പിൻ താളിന്റെ നൂലെല്ലാം ഒന്ന് വലിച്ചു കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു കപ്പയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പ മാത്രം നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് കോരി വെക്കണം. വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കൊരു മൺചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. കർക്കിടക പുഴുക്കിന് തയ്യാറാക്കി എടുക്കുന്നത് മൺചട്ടിയിൽ വെച്ചാണ്. മൺചട്ടി ഇപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആദ്യമേ ചേന കഷ്ണങ്ങളാണ് ചേർക്കേണ്ടത്. അതിനുശേഷം തിളച്ചു വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ചേന കഷ്ണങ്ങൾ ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കഷ്ണങ്ങളെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് വേണം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പിൻ താളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചേമ്പിൻ താളും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ചേമ്പിൻ താള് ചേർത്ത് നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കപ്പ വേവിച്ചപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. കപ്പ കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇനി കഷ്ണങ്ങൾ ചെറിയ തീയിലിരുന്നു കൊണ്ട് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്ന് തിരുമിയെടുക്കണം. ഞാനിതിലേക്ക് 1/2 മുറി നാളികേരമാണ് തിരുമിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് 1 നുള്ളു നല്ല ജീരകവും 3 അല്ലി വെളുത്തുള്ളിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും 7 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മുടെ കഷ്ണങ്ങൾ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെന്ത് വന്നിട്ടുള്ള കഷ്ണങ്ങളിലേക്കാണ് ഈ ഒരു അരപ്പ് ചേർക്കേണ്ടത്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് 1 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് ഒന്നുകൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് ഒരു തരി പോലും പുളിയൊന്നും തന്നെ ചേർക്കുന്നില്ല. പുളി ചേർക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പുളിയൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5 അല്ലി കൊച്ചുള്ളിയെ ഒന്ന് ചതച്ചുകൂടി എടുക്കണം. ഉള്ളി ചതച്ചെടുത്ത സമയം കൊണ്ട് നമ്മുടെ പുഴുക്ക് ഇവിടെ ആവി കയറിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉള്ളി ചേർക്കുമ്പോഴാണ് നമ്മുടെ പുഴുക്കിന് പ്രത്യേക ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. ഉള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതുണ്ട്. 2 തണ്ട് കറിവേപ്പില കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കൂട്ടിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്താൽ വളരെ രുചികരമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക പുഴുക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതും
നമ്മുടെ കാരണന്മാരൊക്കെ തയ്യാറാക്കി കഴിച്ചുകൊണ്ടിരുന്നതുമായ നല്ലൊരു കർക്കിടക പുഴുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.